ഹലോ ഫ്രണ്ട്സ്, ST ക്ലാസ് ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് പുതിയ കുറച്ച് പ്ലേയേഴ്സിനെ കൊണാമി കൊണ്ടുവന്നിട്ടുണ്ട്. അത് വിവരപ്പെടുത്താനാണ് ഞാൻ. പിന്നത്തെ വീഡിയോ അതായിരുന്നു. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇന്ന് പുതിയ അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് എല്ലാം പരിചയപ്പെടുത്തി തരാം. പ്ലേയേഴ്സിനെല്ലാം ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇപ്രാവശ്യം നമുക്കൊരു ഗോളിനെ കിട്ടുന്ന തോന്നുന്നു, എപ്പിക് ഗോള്. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ നമുക്ക് ഡെയിലി ഗെയിം തുടങ്ങാം. നമുക്ക് റൈറ്റ് സൈഡിലോട്ട്. യെസ് ഗായ്സ്, കയറിയിട്ടുണ്ട്. കയറിയിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം ക്ലെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയ അപ്ഡേഷൻ എന്ന് പറയുന്നത് യെസ് ഗൈസ്, ഇതാണ് പുതിയ അപ്ഡേഷൻ. ഗോളിയുണ്ട്, മാത്യൂസ്, മാൽദിനി. ഓ ഗൈസ്, മാൽദിനി വന്നിട്ടുണ്ട് ഗൈസ്. പിന്നെ ജർമ്മനീൻ്റെ ഒരു ഗോളി വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്. ഗൈസ് ഇതിലൊക്കെ ഇറക്കണമെന്നുണ്ട് ഗൈസ്. കയ്യിൽ കോയിൻസ് ഇല്ല. ആ ഗോളി വന്നിട്ടുണ്ട്. പിന്നെ ഗൈസ് മാൽദീനി, എൽ മാത്യൂസ് വെള്ളമാണ് വന്നിട്ടുള്ളത്. പിന്നെ തോന്നുന്നില്ല അന്നത്തെ പോലെ തന്നെ തീരാനായിട്ട് തീരേണ്ട സമയമില്ല. മാച്ചിൽ നോക്കുകയാണെങ്കിൽ പുതിയൊരു 50 കോയിൻസ് ഉണ്ടെന്നാന്ന് തോന്നുന്നു. 50 കോയിൻസ് നമുക്ക് ജർമ്മനി വേണ്ട, നമുക്ക് പോർച്ചുഗൽ എടുക്കാം. അപ്പോൾ 50 കോയിൻസിൻ്റെ കളിയാണ്. നമുക്ക് മാച്ച് കളിക്കാം. അപ്ഡേഷനിൽ അത്ര കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല. 3 പ്ലേയേഴ്സേ വന്നിട്ടുള്ളൂ. വേറൊന്നും കൊണാമി പ്രാവശ്യം കൊണ്ടുവരുന്നില്ല. നമ്മളെ സീസൺ 8-ൻ്റേത് അത് അത്രക്കൊന്നും നല്ലോണം ഇതാക്കിയിട്ട് അവർ ശരിക്ക് കൊണാമി ഗൈസ് കൊണാമി ഒന്നും പുറത്തേക്ക് എടുക്കുന്നില്ല. കൊണാമി അങ്ങനെ ഇപ്പോഴല്ലപ്പാ. കൊണാമിനോട് എല്ലാം പുറത്തേക്ക് എടുക്കാൻ പറയണം. ഇതാണ് ടീം. പെപ്പിനെ ഇറക്കാണ്ട് കളിപ്പിക്കലുണ്ടായിരുന്നു. പെപ്പ് തന്നെ ഗൈസ്. പെപ്പായി, റൊണാൾഡോ ആയി, വിനിറ്റ, റാഫേലിയോ, അപ്പം ഞങ്ങളിങ്ങനെ മാച്ചിലേക്ക് പോവുകയാണ്. മാച്ചിലേക്ക് കയറുകയാണ്. പോർച്ചുഗൽ വേഴ്സസ് അർജന്റീന. യെസ് ഗൈസ്, ആവേശ മത്സരം. റൊണാൾഡോ വേഴ്സസ് മെസ്സി. ഇതിഹാസങ്ങളുടെ കളി. റഫേലിയോ, മാത്യൂനൻസ്. അയ്യോ ചതിച്ച് അയ്യോ ഭാഗ്യം. റൊട്ടേഷൻ.
ഇതെന്തെന്ന് ഇങ്ങനെ തള്ളിയിട തന്നെയാ തച്ച് വിൽക്കുവാടുന്ന ഇങ്ങനെ തള്ളിയിട്ട് പോന്നു. നമ്മളൊന്നും ഓൻ്റെ പാവയാ. ഗൈസ് ലാഗ് ഗൈസ് പോയിട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ് ലാഗ് അടിക്കുന്നു. ശരിയില്ല. വല്ലാത്ത ജാതി തന്നെ. എന്ത് ലാഗ്, വല്ലാണ്ട് ലാഗ് അടിക്കുന്നേ. ഓ സാറില്ല, നമ്മളെ പെപ്പുണ്ട്. യെസ് ഗൈസ്, ഓഫ് സൈഡാ. എന്ത് കള്ള പറയുന്നത്, എന്തെന്ന്. നല്ല ചാൻസ് എല്ലാം കിട്ടി, അതല്ല ഓഫ് സൈഡ്. എന്ത് നശിച്ചങ്ങനെ കളിക്കുന്നേ, എന്തിനടേ. ചാവ് വല്ലാത്ത ലേഖ തന്നെ കേട്ടാ. അതും ഓഫ് സൈഡാ. അയ്യോ, നല്ല ചാൻസ് കിട്ടിയെന്ന് വിചാരിച്ചാണ്. അങ്ങനെ ഹാഫ് ടൈം ആയിട്ടുണ്ട് ഗൈസ്. നമുക്കിതല്ലേ കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ ഇടാം.
ഫോർമേഷൻ ചെറുങ്ങനെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. മെസ്സിനെ ഫൗൾ ചെയ്ത് ഗായ്സ്. അവരൊന്നടിച്ച് പോയി 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 എന്ത് കോപ്പുഴ. എൻ്റെ ഗോളിയും ശരിയില്ല, ലാഗടിച്ച് പൂശിയെന്നല്ല. യെസ് ഗൈസ്, നമ്മയൊന്ന് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. റഫേലിയോ, യെസ് അതന്നെ ഓർത്തു, അതന്നെ സെറ്റ് സെറ്റ്. 1-1 ഗൈസ്, 1-1. ജാഗ്രത പാലിക്കണം. പോയിട്ട്. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ ഒന്നും കൂടെ അതേ ടൈമിൽ ഒന്നും കൂടെ അമ്മ തിരിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് വേണം അല്ലേ? എന്ത് വേണം ദാസാ? ഇനി ഒന്നും വേണ്ട. Yeah. Cristiano. Zo. എന്നിട്ടോ ബണ നമുക്ക് അൽവാരസിന് കൊടുത്താലോ?
ഏറ്റടി ഗോളായത്. ചങ്ങായി ബാക്കടിച്ച് അയച്ചു ബാക്കടിച്ച്. ആ കളി അങ്ങനെ നമ്മ കൊണ്ടുപോയി ഗൈസ് കപ്പ്. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ ബൈ.